പക്ഷെ വീണ്ടും വഖഫ് ബോർഡ് ഒരു അവകാശവാദവുമായിട്ട്, ഭൂമിക്ക് മേലുള്ള ഒരു അവകാശവാദവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ഭേദഗതി ബില്ലുമായിട്ടുള്ള ചർച്ചകൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ മുനമ്പവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ നിരവധി നിലനിൽക്കുകയാണ്. അതിനിടയിൽ കുറേ സ്ഥലങ്ങളിൽ, തമിഴ്നാട്ടിൽ അതുപോലെ തന്നെ അംബാനീൻ്റെ ചില ഭൂമികൾ വഖഫിൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ വരുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ പുതിയൊരു സ്ഥലം, ഒരു കോളേജാണ്. സംഭവം വാരാണസിയിലാണ്. വാരാണസിയിലെ ഉദയ് പ്രതാപ് കോളേജിന് മേലാണ് ആ ഭൂമി തങ്ങളുടെ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് രംഗത്തെത്തിയിരിക്കുന്നത്. അതിനുള്ളൊരു പള്ളിയുണ്ട്. ഈ പള്ളിയാണ് ഇവർ അത് കണ്ടിട്ടാണ് ഇവർ ഇത് തങ്ങളുടെ ഭൂമിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? സത്യത്തിൽ ഈ വഖഫ് ബോർഡ് ഈ ഒന്നും രണ്ടും വഖഫ് ബോർഡുകളല്ല. ഇന്ത്യയിൽ 32 വഖഫ് ബോർഡുകളുണ്ട്. സെൻട്രൽ വഖഫ് ബോർഡ് ഉണ്ട്, ഓരോ സംസ്ഥാനങ്ങൾക്കും വഖഫ് ബോർഡ് ഉണ്ട്, ചില യൂണിയൻ ടെറിട്ടറികൾക്കുണ്ട്. ഈ വഖഫ് ബോർഡുകളൊക്കെ ഓരോ ദിവസവും പുതിയ പുതിയ ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങുകയാണ്. സത്യത്തിൽ വഖഫ് ഭൂമി സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ വഖഫ് ഭൂമി ഇനി സംരക്ഷിക്കുക, വീണ്ടെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര കാലത്തേത് വീണ്ടെടുക്കാൻ പറ്റും? ഇതിനൊന്നും യാതൊരു കട്ട് ഓഫ് ഡേറ്റും ഇല്ലാതെ നൂറ്റാണ്ടുകൾ പുറകിലേക്ക് പോയിട്ട് ഇനി ഉണ്ടെങ്കിൽ വഖഫ് ഭൂമിയാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ തന്നെ അതെങ്ങനെ വീണ്ടെടുക്കാൻ പറ്റും? എളുപ്പമാണ്. എന്തുമാത്രം ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മനുഷ്യൻ അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ പേരിൽ എന്തെല്ലാം സംഘർഷങ്ങൾ ഉണ്ടാകും, എന്തെല്ലാം അക്രമങ്ങളും ചോരച്ചാലുകളും ഒക്കെ സൃഷ്ടിക്കുന്ന നീക്കങ്ങളാണിത്. അപ്പോൾ വഖഫ് ബോർഡിന് ഇപ്പോൾ നിലവിലുള്ള വഖഫ് ബോർഡ് വഖഫ് ഭൂമിയായി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള നിലനിൽക്കുന്ന തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ പോലും സാധ്യമല്ലാതിരിക്കുമ്പോഴാണ് പുതിയ അവകാശവാദം, പുതിയ തർക്കങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരുന്നത്. അക്കൂട്ടത്തിലാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രഭൂമിക്ക്, അതുപോലെ ചില നഗരങ്ങൾ തന്നെ അങ്ങനെ വഖഫാണെന്ന് പറയുന്നു. ഇത് അംബാനിയുടെ ഒരു കൊട്ടാരം പോലുള്ള ഒരു വീട്. ഒരു കാര്യം തീർച്ചയാണ്, ഇപ്പോൾ അംബാനി പോലുള്ളവർക്ക് ഇപ്പോൾ ഏതായാലും ഇപ്പോൾ ആരാൻ്റെ ഭൂമി കൈയേറിയിട്ട് വേണ്ടമല്ലോ. മാത്രമല്ല, അവരൊരു ഭൂമി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ന്യായമായ വില കൊടുക്കാൻ്റെ രേഖകളൊക്കെ പരിശോധിക്കാനുള്ള ധാരാളം ഏജൻസികൾ, ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ഉണ്ടാവുമല്ലോ. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ ഉള്ളതോ ഇല്ലാത്തതോ ഏതെങ്കിലും കാലത്ത് വഖഫ് ഭൂമി ആയിരുന്നിരിക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ അത് കൈവിട്ട് പോയെങ്കിൽ ഇനി അത് വീണ്ടെടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായ കാര്യമാണോ? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി അങ്ങനെ എടുക്കാൻ തുടങ്ങിയാൽ പലതവണ നൂറുകണക്കിന് കൈമാറ്റം നടന്ന ഭൂമിക്ക്, നൂറുകണക്കിന് കൊല്ലങ്ങൾ പഴക്കമുള്ള ഭൂമി, ഈ നോർത്ത് ഇന്ത്യയിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിഭജനക്കാലത്ത് ഉപേക്ഷിച്ചു പോയ ഭൂമി ഉണ്ടല്ലോ. വിഭജനക്കാലത്ത് ഇവിടുത്തെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോവുകയും പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ ഇങ്ങോട്ട് വരികയും ചെയ്തു. പാകിസ്ഥാനിൽ അങ്ങനെ ഉപേക്ഷിച്ചു പോകുന്ന ഭൂമി സർക്കാരിൻ്റെതായി കണ്ടുകെട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇന്ത്യയിലാണ് എനിമി പ്രോപ്പർട്ടി എന്നുള്ള പേരിൽ ഇന്ത്യയിൽ അത് വഖഫ് ബോർഡിനെ ഏൽപ്പിച്ചു. അതുകൊണ്ടൊക്കെയാണ് ഈ അവകാശവാദം വരുന്നത്. സത്യം ഉണ്ടാവാം ഇതിലൊക്കെ. അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട വഖഫ് ഭൂമിയിലായിരിക്കാം ഇങ്ങനെ എത്രയോ കാലങ്ങളായിട്ട് ആളുകൾ കയ്യേറിയോ വിലക്ക് വാങ്ങിയോ വ്യാജരേഖകൾ ഉണ്ടാക്കിയോ ഒക്കെ ആദ്യകാലത്ത് താമസിച്ചു തുടങ്ങിയത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഒരു വലിയ സംഘർഷം. ഏതായാലും ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ പരിധിയിലുള്ള നിയമം പോലും ഇപ്പോൾ അനിശ്ചിതമായിട്ട് നീണ്ടുപോവുകയാണ്. ശീതകാല സമ്മേളനത്തിൽ ആ നിയമം അംഗീകരിക്കുന്നു പറഞ്ഞിരുന്നു. അത് ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്തപ്പോൾ അത് നീട്ടിയിരിക്കുന്നു. ഇപ്പോൾ അത് അടുത്ത ബജറ്റ് സമ്മേളനത്തിൽ വരുമെന്ന് കേൾക്കുന്നു. അന്ന് പാസ്സാക്കാനുള്ള സാധ്യത കുറവാണെന്ന് കേൾക്കുന്നു. എന്ന് പറഞ്ഞാൽ അതങ്ങനെ നീണ്ടുപോകുന്നു, അനിശ്ചിതാവസ്ഥ. ഇതിനിടയിലാണ് പുതിയ പുതിയ ക്ലെയിമുമായിട്ട് വരുന്നത്. സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ് യു-പിയിൽ ഈ രണ്ടും ഉണ്ട്. ഷിയാക്കളുടെ വഖഫ് ഭൂമിയുണ്ട്, എല്ലാ മിക്ക സംസ്ഥാനത്തും ഉണ്ടത്. യു-പിയിലെ സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് ഇപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 6 കൊല്ലം മുമ്പാണത്, 2018 അവിടുത്തെ ഒരു കോളേജിന് കാശി എന്ന് പറഞ്ഞാൽ വാരാണസിയിലെ ഉദയ് പ്രതാപ് കോളേജിന് 115 കൊല്ലത്തെ പഴക്കമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 115 കൊല്ലം പഴക്കമുള്ള ഒരു കോളേജാണ്. കോളേജിന്റെ വലിയ 100 ഏക്കറുള്ള ക്യാമ്പസാണ്. 115 കൊല്ലം പഴക്കമുണ്ട്. ഒരു കോളേജിനകത്ത് പണ്ട് കാലത്തെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളൊരു മര്യാദ അനുസരിച്ച് അവിടെ ഹിന്ദു കുട്ടികളും മുസ്ലിം കുട്ടികളും ഉണ്ടാവും വ്യാപകമായിട്ട്. ക്രിസ്ത്യൻ കുട്ടികളുടെ എണ്ണം അന്നൊക്കെ ഇപ്പോൾ ആ ഏരിയയിലൊക്കെ കുറവായിരിക്കും, യു-പിയിലൊക്കെ. അപ്പോൾ എന്തായാലും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അവിടെ ജോലി ചെയ്യുന്ന അധ്യാപകരും ഇങ്ങനെ 2 സമുദായത്തിലും പെട്ടവരുണ്ടാവും. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ മാത്രം വളരെ മൗനമായി പോയി പ്രാർത്ഥിക്കാൻ 2 കൂട്ടർക്കും വേണ്ടി 2 ദേവാലയം, പള്ളിയും ക്ഷേത്രവും ആ കോളേജ് വളപ്പിലുണ്ടാവുക. അതിൽ ഈ പള്ളിക്ക് വേണ്ടി ഇപ്പോൾ അവകാശവാദം 2018 ഒരു നോട്ടീസ് കിട്ടുകയാണ് അവിടുത്തെ പ്രിൻസിപ്പൽക്ക്, DK സിംഗ് എന്നൊന്നും, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്, DK സിംഗിന് ഒരു കത്ത് കിട്ടുകയാണ്. സെൻട്രൽ വഖഫ് ഞങ്ങൾ
യു പിയിലെ അതായത് നവാബ് നൽകിയ ഭൂമിയാണ് ഇത്. നവാബ് തന്ന ഭൂമിയാണ്. അതുകൊണ്ട് ഈ ക്യാമ്പസിനകത്ത് 100 ഏക്കറുള്ള കോളേജിന്റെ ക്യാമ്പസിനകത്തെ ഈ മുസ്ലിം പള്ളി നിൽക്കുന്ന സ്ഥലം മാത്രം ഞങ്ങളുടേതാണ്. അത് മാത്രം വഖഫാണ്. അത് നവാബ് കൊടുത്തതാണ്. അത് നവാബ് കൊടുത്തതാണെങ്കിൽ കോളേജ് നവാബിന്റെ ഭൂമിയാവില്ലേ? അപ്പൊ എന്നാ പിന്നെ കോളേജിന്റെ മേലെ അവകാശവാദം ഉന്നയിക്കണ്ടേ? അതൊന്നുമില്ല. ഇത് ഈ പള്ളിയിൽ അവകാശവാദം ഉന്നയിക്കുമ്പോൾ വഖഫ് ബോർഡ് പോയിട്ട് പള്ളിയുടെ മേലെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഒന്നുമില്ല. അതിന്റെ ലക്ഷ്യം അവിടെ ഒരു കമ്മ്യൂണൽ ക്ലാഷ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് കാര്യം. ഇതെന്താണെന്നറിയോ? ഇതൊരു ബദലാണ്. വേറൊരു കാര്യം കൂടി ഓർക്കണം. ഇത് ഏതാ ദിവസം എന്നറിയോ? ഇത് നോട്ടീസ് അയച്ച ദിവസം 2018 ഡിസംബർ 6. ഈ ഡിസംബർ 6 ഉണ്ടല്ലോ, ഒരിക്കലും ഡിസംബർ 6 ബാബരി മസ്ജിദ് ആദ്യം വന്ന നോട്ടീസ് ആ ദിവസം വളരെ സെലക്ട് ചെയ്തതാണ്. വളരെ സെലക്റ്റീവാണത്. കാരണം ഈ ഡിസംബർ 6 മനുഷ്യന്റെ മനസ്സിൽ 92 തൊട്ട് വലിയ വേദനയായിട്ട് ഇന്ത്യക്കാരന്റെ മനസ്സിലുള്ളപ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ മുസ്ലിം മനസ്സിലൊരു നോവുണ്ടാക്കുന്ന ദിവസം ഒരു പ്രതികാര നടപടി പോലെ ഒരു കത്തയക്കുകയാണ് 2018 ഡിസംബർ 6 എന്ന് വെച്ചാൽ തിരിച്ചു പിടിക്കാൻ. അങ്ങനെ വന്നാൽ ഇതാണ് ഞങ്ങളുടെ ഒരു പള്ളി നിങ്ങൾ തകർത്തില്ലേ, തിരിച്ചും പ്രതികാരം. അപ്പോൾ നിങ്ങളുടെ ഒരു കോളേജ് വളപ്പിലെ പള്ളി ഞങ്ങളുടേതാണ്, അത് വഖഫിൻ്റെതാണ്, ആ പള്ളി ഞങ്ങൾ വീണ്ടെടുക്കും എന്നൊക്കെ പറയുന്ന തരത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചതാണ്. ഇതിൽ കോളേജ് ആ സമയത്ത് നൽകിയ മറുപടി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ കോളേജ് നിലനിൽക്കുന്ന ഭൂമി ചാരിറ്റബിൾ എൻഡോവ്മെന്റിന്റെ കീഴിൽ വരുന്നതാണെന്നും അതിനാൽ ഇത് ക്രയവിക്രയം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നായിരുന്നു അന്ന് നൽകിയ മറുപടി. ആ മറുപടിയിൽ ഇവർ തിരിച്ചു. അത് ശരിയായിരിക്കും, അത് കൃത്യമായ മറുപടി ആയിരിക്കും അത്. കാരണം ഇനിയിപ്പോ നവാബിന്റെ കാലത്ത് തീർച്ചയായിരിക്കും അത് സ്വാതന്ത്ര്യത്തിന് മുമ്പേ തുടങ്ങിയ കോളേജാണല്ലോ. തീർച്ചയായിട്ടും ആ ഭൂമി ഏതെങ്കിലും ഒരു മഹാരാജാവ് ദാനം ചെയ്തതോ അല്ലെങ്കിൽ ഒരു എൻഡോവ്മെന്റ് ട്രസ്റ്റിനോ എൻഡോവ്മെന്റിനോ കൊടുത്തതോ ആയിരിക്കുമല്ലോ വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നടത്തിയ ഭൂമിയിൽ ഒരു പക്ഷേ ഈ പള്ളി പരിപാലനം യു പിയിലേക്കൊരു ഒരു രീതി അനുസരിച്ച് പള്ളി പരിപാലനം വഖഫ് ബോർഡുകളെ ഏൽപ്പിച്ചിട്ടുണ്ടാവാം. പള്ളി പരിപാലനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോളേജ് ക്യാമ്പസിലുള്ള പള്ളിയാണെങ്കിൽ ആ പള്ളി നന്നായി നടത്തിക്കൊണ്ടു പോകാൻ, അവിടെ ആവശ്യമുള്ള സൗകര്യങ്ങൾ കുറവുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാൻ, അതിനൊക്കെയാണല്ലോ പള്ളി പരിപാലനം. പക്ഷേ ഈ കോളേജിനകത്ത് ഈ പള്ളിയിൽ ഇപ്പം ഈ നോട്ടീസ് വന്നില്ലേ, ഇതിനു മുമ്പ് വരെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ആരും പ്രവേശിക്കാത്ത അല്ലെങ്കിൽ അധികം ആളുകളൊന്നും വരാത്തൊരു പള്ളിയാണ്. കഴിഞ്ഞ ദിവസം 300 ആളുകളാണ് അവിടുത്തെ. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. എന്താ വെച്ചാൽ സാധാരണ ഇതിൽ ഇപ്പോൾ ഈ 115 കൊല്ലം പഴക്കമുള്ള പള്ളിയിൽ നമുക്കറിയാലോ, കോളേജിൽ പോകുന്ന കുട്ടികൾ എത്ര പേര് ജുമാക്ക് തിരക്കിട്ട് പ്രാർത്ഥനയ്ക്ക് പോകുന്ന എത്ര പേരുണ്ട്? 17,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജ്. 17,000 വിദ്യാർത്ഥി. അതിൽ എത്ര ശതമാനം മുസ്ലിം കുട്ടികളുണ്ടാവും? ആ മുസ്ലിം കുട്ടികൾ തന്നെ ഭക്തന്മാരായ എത്ര കുട്ടികളുണ്ടാവും? അവർ തന്നെ പള്ളിയിൽ പോകണം നിർബന്ധമുള്ള ആ സമയത്ത് വല്ല ക്യാമ്പസിൽ വല്ല കുട്ടികളെയും കൂടെ കറങ്ങി തിരിച്ച് നടക്കുക, ഐസ്ക്രീം പാർലറിൽ പോകുക എന്നല്ലാതെ അവർ പള്ളിയിൽ പോകണം നിർബന്ധമുള്ളവർ എത്ര പേരുണ്ടാവും? ഇനി ഉണ്ടായിരുന്നത്, ഇപ്പോൾ പത്രവാർത്തകൾ പറയുന്നത് ശരിയാണെങ്കിൽ, ആ പള്ളിയിൽ സാധാരണഗതിയിൽ ജുമാക്ക് ചെന്നിരുന്നത് 10 പേര് അല്ലെങ്കിൽ 15 പേരാണ്. പരമാവധി 15 പേരാണ് വെള്ളിയാഴ്ചകൾ അവിടെ കൂടിയിരുന്നത്. ഇപ്പോൾ സംഘടിതമായി, ഇപ്പോൾ വഖഫ് ഇഷ്യൂ സജീവമായി വന്നപ്പോൾ ഞങ്ങളും വിട്ടുതരില്ല എന്ന മട്ടിൽ ഒരുമാതിരി പ്രതികാര ബുദ്ധിയും ആവേശമൊക്കെ മറുപക്ഷത്ത് മുസ്ലിം പക്ഷത്ത് വന്നു ചേരുകയും ഈ വഖഫ് ബോർഡുകൾ എല്ലാ വഖഫ് ബോർഡുകളും അത് കത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ജ്വലിപ്പിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് ഇന്നലെയാണുള്ള വാർത്ത. ഇന്നലത്തെ വാർത്ത ഈ കോളേജ് ക്യാമ്പസിലെ പള്ളിയിൽ, ആ കൊച്ചു പള്ളിയിൽ 300-ലേറെ ആളുകൾ തടിച്ചു എങ്ങു നിന്നോ വന്നു. ഒരാവശ്യമില്ല, കുഴപ്പമുണ്ടാക്കാനായിട്ട് ആ പള്ളിയിൽ ജുമാക്ക് വരിക. അവിടെ ജുമാക്ക് വന്നു, സംഘർഷം ഉണ്ടാകുന്നു. വിദ്യാർത്ഥികളല്ലാത്തവർ ക്യാമ്പസിൽ വിദ്യാർത്ഥികളല്ലാത്തവർ വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസ് യൂണിയനും കൂട്ടരും ഒക്കെ എന്താണ് ആവശ്യമില്ലാതെ ഇന്നിപ്പോൾ നമ്മുടെ ക്യാമ്പസിലേക്ക് കുറേ പൊതുജനങ്ങൾ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ സ്വാഭാവികമായിട്ടും തടയുമല്ലോ. ഇവിടുത്തെ കുട്ടികൾക്ക് നിസ്കരിക്കാനും അല്ലേ, ക്യാമ്പസിലെ കുട്ടികൾക്കും അധ്യാപകർക്കും നിസ്കരിക്കാനുള്ള, അവിടുത്തെ ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കുമാണല്ലോ നിസ്കരിക്കാൻ. അല്ലാത്തവർ വന്നപ്പോൾ തടഞ്ഞിട്ടുണ്ടാവും, സംഘർഷം ഉണ്ടായിട്ടുണ്ടാവും. അത് വലിയ പ്രക്ഷുബ്ധമായി, പോലീസ് വന്നു, വലിയ ബന്ദോബസ്തിലാണ്. ഇപ്പോൾ അവിടെ സംഘർഷമാണ്. ഇതാണ് സ്ഥിതി. ഈ 2022 ഈ വഖഫ് ബോർഡ് ആ പള്ളിയിൽ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെതിരെയൊക്കെ ഇവർ കോളേജ് അധികൃതർ പോലീസിൽ അന്നേരം പരാതി നൽകി. അതേന്നെ, സാധാരണ രീതിയിൽ ഇന്നലെ വരെ നടക്കാത്ത ഒന്നാണത്. വേണമെങ്കിൽ എനിക്കറിയില്ല, അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും എനിക്ക് അറിഞ്ഞുകൂടാമെന്ന് നോക്കേണ്ടതാണ്, പഠിക്കേണ്ടതുമാണ്. ഒരു പക്ഷേ യു പിയിലേക്കൊരു നിയമം അനുസരിച്ച് ഈ മുസ്ലിം പള്ളികളുടെ ഒരു മേൽനോട്ടം വഖഫ് ബോർഡിനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ്, അവിടെ ആവശ്യമുള്ള സൗകര്യങ്ങൾ, ക്ഷേമം, അവിടുത്തെ കാര്യങ്ങൾ, പള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനും അവിടെ ആവശ്യമുള്ള കൺസ്ട്രക്ഷൻ, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ചെയ്യാനും ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നെങ്കിൽ കോളേജ് എതിർക്കൂല.
അന്നൊന്നും അവർക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഈ വഖഫ് നിയമം ഇന്ത്യയിൽ വലിയ സജീവ ചർച്ചയ്ക്ക് വന്നപ്പോഴാണ് ഇത് ഞങ്ങൾക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 2018 നോട്ടീസ്, പിന്നെ അവിടെ ചെന്നിട്ട് അവിടെ ഒന്ന് കൊത്തിക്കളച്ച് കുറച്ച് പുതിയ കൺസ്ട്രക്ഷൻ നടത്താനുള്ള നീക്കം, അതൊക്കെ നടക്കുന്നത്. ഇത് കലാപം ഉണ്ടാക്കാനാണ്, പള്ളി നന്നാക്കാനല്ല. പള്ളിയിൽ അവിടത്തുകാർ നിസ്കരിക്കാൻ 15 പേരുള്ളപ്പോഴാണ്, 10 പേരുള്ളപ്പോഴാണ് ഇവർ 300 പേര് പുറത്തുനിന്ന് കൊണ്ടുപോയി നിസ്കരിപ്പിക്കുന്നത്. എന്തിനാണ്? കുഴപ്പമുണ്ടാക്കാൻ. ആ തരത്തിൽ തൊട്ടതിനൊക്കെ കലാപം ഉണ്ടാക്കാനുള്ള നീക്കം ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഈ വഖഫ് എല്ലാ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. വഖഫ് ബോർഡിന്റെ മറവിൽ മുസ്ലിങ്ങളും അത് ചെയ്യുന്നുണ്ട്. ഈ അനാവശ്യമായ വിവാദങ്ങൾ ഇതൊരു വർഗീയമായിട്ടുള്ള ഒരു സംഘർഷം മാത്രമേ, അല്ലെങ്കിൽ ഒരു കലാപം മാത്രമേ ഇത്തരം പ്രവർത്തികൾ ഉണ്ടാക്കുള്ളൂ. മറുപക്ഷം വീണ്ടും ഇതിനെതിരെ പ്രതികാരമായിട്ട് വരും. ഇത് ഗൗരവമായിട്ട് കാണേണ്ടതാണ്. ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ തർക്കങ്ങൾ, പുതിയ പുതിയ അവകാശവാദങ്ങൾ ഇപ്പൊ എല്ലാവരും ഉന്നയിക്കുന്നുണ്ട്. ഇപ്പം ചില പള്ളികൾക്ക് കീഴിൽ ക്ഷേത്രങ്ങൾ, അതെ അതെ, അത് പുതിയ വാദം വരുന്നു. അതിന്റെ കൂടെയാണ് ഈ വരുന്നത്. ഇതിൽ വഖഫ് നിയമം ഒരു വലിയ ആളുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഒരു നിയമം കൂടി ആയി തീർന്നു എന്നേ ഉള്ളൂ. എന്തായാലും ഇതൊക്കെ രമ്യമായി തീർക്കാൻ ഉള്ള നടപടികൾ. ഈ കോളേജ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, 1909 ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ആക്ടിന് കീഴിലാണ് ഈ ഭൂമിയും കോളേജും ഉൾപ്പെടുന്നത്. അല്ലാതെ അവരുടെ കയ്യിൽ രേഖയും കടലാസും ഒക്കെ കാണുമല്ലോ. അല്ലെങ്കിൽ തന്നെ വല്ല കാര്യമുണ്ടോ? കോളേജ് ക്യാമ്പസിൽ ആവശ്യമുള്ളവനെ നിസ്കരിക്കട്ടെ എന്നല്ലാതെ അവിടെ പോയി ഒരു അവകാശവാദം ഉന്നയിക്കാൻ ഈ വഖഫ് ബോർഡിന് പോകേണ്ട വല്ല കാര്യമുണ്ട്? അതും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഒട്ടും പോകരുതെന്നേ. സമാധാനമല്ലേ മുൻതൂക്കം? ഇസ്ലാമിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ അതല്ലേ? അത്രയെങ്കിലും അവർ ഓർക്കേണ്ടതായിരുന്നു.